ഇന്നത്തെ സുപ്രീം കോടതി ഉത്തരവ് കേരള ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം തികച്ചും ഒരു അനുകൂലമായിട്ടുള്ള ഉത്തരവാണ്. കാരണം വഖഫ് ബോർഡ് ഇവിടെ ആവശ്യപ്പെട്ടത് കേരള ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ഉണ്ട്. അവർ പുതിയ അപ്പോയിൻമെൻറ്റുകൾ നടത്തുന്നില്ല. വഖഫ് ബോർഡിലുള്ള 2 സീറ്റ് വേക്കൻ്റാണ്. നോൺ മുസ്ലിംസിൻ്റെ സീറ്റ് വേക്കൻ്റാണ്. അതുകൊണ്ട് അത് ഫില്ല് ചെയ്യണം. അതുകൊണ്ട് തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ സുപ്രീം കോടതിയിലുള്ള മാറ്റർ, അതുപോലെ ഇവരെ കേസും അതിനുകൂടെ ടാഗ് ചെയ്ത് പരിഗണിക്കണമെന്നും കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് പൂർണ്ണമായും സ്റ്റേ ചെയ്ത് സുപ്രീം കോടതിയിലേക്ക് പ്രൊസീഡിങ്സ് മാറ്റണമെന്നുമായിരുന്നു അവരുടെ ആവശ്യം. അത് സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. സുപ്രീം കോടതി പറഞ്ഞത് ഹൈക്കോടതിയുടെ ഉത്തരവ് ഇടക്കാല ഉത്തരവ് മാത്രമാണ്. ഹൈക്കോടതി അതിൽ പൂർണ്ണമായിട്ടുള്ള എല്ലാ വാദങ്ങളും കേട്ട് വിശദമായ ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടതുണ്ട്. ഹൈക്കോടതി നിലവിൽ നിർത്തിയിട്ടുള്ള ചില നിയന്ത്രണങ്ങൾ, ഇത് ഹൈക്കോടതിയുടെ പെർമിഷൻ ഇല്ലാതെ പോളിസി ഡിസിഷൻ എടുക്കരുത്, സാമ്പത്തിക കാര്യങ്ങൾ ചെലവുകൾ കൈകാര്യം ചെയ്യരുത് എന്നുള്ള ഉത്തരവ് സുപ്രീം കോടതി നിലനിർത്തിയിരിക്കുകയാണ്. സുപ്രീം കോടതി ഹൈക്കോടതിയുടെ മേൽ നിയന്ത്രണമുള്ളതുകൊണ്ട് ഗവൺമെൻറ് സെക്രട്ടറിയുടെ നിയന്ത്രണം ആവശ്യമില്ല എന്നും ഗവൺമെൻറ് സെക്രട്ടറിക്ക് ഒരു കമ്മിറ്റി മെമ്പറായി തുടരാം എന്നുള്ളതാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇവരുടെ ആവശ്യം ഹൈക്കോടതിയുടെ ഉത്തരവ് പൂർണ്ണമായും സ്റ്റേ ചെയ്ത് സുപ്രീം കോടതിയിൽ ഈ തമിഴ്നാട് കേസുമായി കൂടെ ടാഗ് ചെയ്യണമെന്നുള്ള ആവശ്യം സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. അത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് പറഞ്ഞ സ്റ്റാൻഡ് സുപ്രീം കോടതി സ്വീകരിച്ചു. കേരള ഹൈക്കോടതിയിൽ വിവിധ വിഷയങ്ങളിൽ ഈ വഖഫ് ബോർഡ് നിയമനവുമായി ബന്ധപ്പെട്ട് മെമ്പർമാരുടെ യോഗ്യതയുമായി ബന്ധപ്പെട്ട് പല കക്ഷികളും നൽകിയ നിരവധി നിയമപ്രശ്നങ്ങളുള്ള ഹർജികൾ നിലനിൽക്കുന്നതുകൊണ്ട് അത് വിശദമായി വാദം കേട്ട് ഒരു തീരുമാനം ഹൈക്കോടതി അതിനെടുക്കണം എന്നുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡ് സുപ്രീം കോടതി ഇന്ന് അഫേം ചെയ്തിട്ടുണ്ട്. ഇനി കേരള ഗവൺമെൻറ് കേരള ഹൈക്കോടതിയിൽ ഈ നടപടിക്രമങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് വിശദമായി അതിൻ്റെ ഭാഗം അറിയിക്കും. അതേപോലെ അവർ ഹർജിക്കാരിന്ന് ആവശ്യപ്പെട്ടത് ഈ 2 നോൺ മുസ്ലിംസിനെ ഇവിടെ ഉൾപ്പെടുത്താം എന്ന് അവർക്ക് എതിർപ്പില്ല, പക്ഷേ ഈ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണം എന്നായിരുന്നു. പക്ഷേ സുപ്രീം കോടതി അത് പരിഗണിച്ചില്ല. സുപ്രീം കോടതി പറഞ്ഞു ഹൈക്കോടതി പൂർണ്ണമായിട്ടും ഹൈക്കോടതിക്ക് ഇത് കേൾക്കാനുള്ള അധികാരമുണ്ടെന്നും ഹൈക്കോടതിയിലോട് എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി ഇതിലൊരു തീർപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് അവരുടെ ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ചിരിക്കുകയാണ് ചെയ്തത്. ഈ സർക്കാരിന് നേരിട്ട് നിയന്ത്രിക്കാവുന്ന ഒരു സാഹചര്യം ഈ എക്സ് ഓഫീഷ്യോ മെമ്പറെ അഡ്മിനിസ്ട്രേറ്റർ ആക്കിയതിലൂടെ ഉണ്ടായിരുന്നല്ലോ. അത് പക്ഷേ സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നത് സർക്കാരിനെ സംബന്ധിച്ച് ഇല്ല. സർക്കാർ ഒരിക്കലും അത് ആവശ്യപ്പെട്ടിരുന്നില്ല. കാരണം ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ്. ഹൈക്കോടതി പാര 6 ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട്. കാരണം ഇത് ഹൈക്കോടതിയുടെ പെർമിഷൻ ഇല്ലാതെ ഇവർ പോളിസി ഡിസിഷൻസ് എടുക്കരുതെന്നും ഇതിൽ സാമ്പത്തിക ചെലവുകൾ നടത്തരുതെന്നും ആ നിയന്ത്രണം ഉള്ളതുകൊണ്ട് പിന്നെ ഹൈക്കോടതിയിൽ പെൻഡിങ് ഇരിക്കുന്ന സമയത്ത് ഇത് സർക്കാരിന് ഒരു നിലക്കും അതിൽ അധികാരം കൈകടത്താൻ സർക്കാർ ഉദ്ദേശിച്ചിട്ടില്ല. സർക്കാരിൻ്റെ ആവശ്യമായിരുന്നില്ല. അത് ഹൈക്കോടതിയാണ് അതിനെ നിയന്ത്രിക്കുന്നത്. ആ സ്ഥിതി ഇപ്പോഴും തുടരും. അതായത് ഈ എക്സ് ഓഫീഷ്യോ മെമ്പറെ അഡ്മിനിസ്ട്രേറ്റർ ആക്കിയത് റദ്ദാക്കിയാലും സർക്കാരിന് അക്കാര്യത്തിൽ അതൊരു കാര്യമായി ഇല്ല. അത് ഹൈക്കോടതി സർക്കാർ ആവശ്യപ്പെട്ടിട്ട് ഹൈക്കോടതി വെച്ചതല്ല. അത് ഹൈക്കോടതിയുടെ ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ട് വെച്ചതാണ്. അത് ഹൈക്കോടതിൻ്റെ തന്നെ നിയന്ത്രിക്കുന്നത് കൊണ്ട് പിന്നെ അത് പ്രത്യേകിച്ച് ഇനി അതിൻ്റെ മേൽനോട്ടം വേറൊരു മേൽനോട്ടം കൂടി ആവശ്യമില്ല. ഹൈക്കോടതി അത് സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഹൈക്കോടതിയിലായാലും സുപ്രീം കോടതിയിലായാലും വഖഫ് ബോർഡ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം ഈ BJP നേതാവിൻ്റെ ഹർജിയെ സർക്കാർ പിന്തുണയ്ക്കുന്നു. അത് രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നില്ല. പക്ഷേ ഇവരാണ് ഇന്ന് ഇവിടെ വന്ന് വഖഫ് ബോർഡിലും അവരുടെ മറ്റ് അംഗങ്ങൾക്കുമായിട്ട് ഹാജരായ അഭിഭാഷകരാണ് ഇവിടെ ഈ ഒരൊറ്റ ഇഷ്യൂ മാത്രമേ പെൻഡിങ് ഉള്ളൂ, അത് നോൺ മുസ്ലിംസിനെ ഉൾപ്പെടുത്താത്ത ഇഷ്യൂ മാത്രമേ പെൻഡിങ് ഉള്ളൂ എന്നും മറ്റ് ഇഷ്യൂകളൊന്നും ഹൈക്കോടതിയിൽ പെൻഡിങ് ആയിരുന്നിട്ടും അതിനെ അവർ ഇവിടെ ചൂണ്ടിക്കാണിക്കാതെ അവർ ആ 2 വേക്കൻസി ഫില്ല് ചെയ്യാൻ തയ്യാറാണ്, ഫില്ല് ചെയ്യണം എന്നുള്ള ആവശ്യവും ഉന്നയിച്ചത് ഇവിടെ ഇന്ന് ഹർജി നൽകിയ ഹർജിക്കാരാണ്.